അറിയപ്പെടുന്ന ശുശ്രൂഷകര് ഈ മാർഗത്തിൽ നിന്ന് മാറുന്നു. അവർ പറയുന്നത് അവരവരുടെ ഭവനത്തിലേക്ക് തിരിച്ചു പോകുന്നു പറഞ്ഞാൽ അവർ വന്ന സഭയിൽ അവിടെയൊക്കെ തിരിച്ചു പോവുക. വേദപുസ്തകത്തിന്റെ ഭാഷയില് അവര് പറഞ്ഞില്ലേ ഭവനത്തിലോട്ട് പോവാണ്. അതിന് വേദപുസ്തകത്തിന്റെ ഭാഷ പറഞ്ഞ ഭവനമല്ല, മിസ്രൈമിലേക്കുള്ള തിരിച്ചുപോകും. എബ്രായ ലേഖനം വ്യക്തമായിട്ട് ആറാധ്യായം പറഞ്ഞു, പ്രകാശനം ലഭിച്ചിട്ട് പിന്മാറിപ്പോയവൻ, അവിടെ പറഞ്ഞിട്ട് പ്രകാശനം ലഭിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും വരുവാനുള്ള ലോകത്തിന്റെ ശക്തി ആസ്വദിക്കുകയും ചെയ്തവർ. 3 കാര്യങ്ങളാണ്. അപ്പൊ നിൽക്കുന്നിടത്തൊന്നും ഇത്രയും സംഭവങ്ങളില്ല. മാനസാന്തരപ്പെട്ട് യേശുവിനെ സ്വീകരിക്കുമ്പോൾ പാപബോധത്തോടെ സ്വീകരിക്കുന്ന ഒരു അനുഭവത്തിലാണ് തുടങ്ങുന്നത്. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും പ്രകാശനം ലഭിക്കും. പ്രകാശനം ലഭിക്കുന്ന എങ്ങനെ? യേശു ഉള്ളിൽ വരുമ്പോഴാണ് പ്രകാശനം ലഭിക്കുന്നത്, അല്ലേ? നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം, ഒരിക്കൽ പ്രകാശനം ലഭിച്ചവർ പിന്മാറിപ്പോയാൽ അത് ശാപത്തിനടുത്തതാണെന്നും. കാരണം അറിഞ്ഞ വ്യക്തി, അറിയാത്തവർ കണ്ണു തുറന്നിട്ടില്ല. യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ടവരാണ് നീതിമാന്മാർ. ഇവരെന്തുകൊണ്ടാണ് ഇവർ മടങ്ങിപ്പോകാനും ജനങ്ങളെ ആഹ്വാനം ചെയ്യുന്നു? വിശ്വാസകൂടത്തിൽ നിന്നവർ ചിന്തിച്ചോണം, ഇവിടെ കഷ്ടതയുണ്ട്, ഇവിടെ പീഡനമുണ്ട്, ഇവിടെ പ്രതിസന്ധികളുണ്ട്. ഒരിക്കലും തിരിച്ചു പോകാൻ അവകാശമില്ല.